എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് തേങ്ങ ഞാൻ ചേർക്കുന്നില്ല, പകരം ചേർക്കുന്നത് ചതച്ച മുളകാണ്. നമ്മൾ സാധാരണക്കാരുടെ ഒരു കറിയാണിത്. മറ്റൊരു കറിയില്ലെങ്കിലും ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയാൽ നമുക്കിഷ്ടം പോലെ ചോറുണ്ണാം. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു സ്നേഹാന്വേഷണമാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. എനിക്കിപ്പോൾ ഒരു മാസത്തിലത് ഒരു മാസമായതേ ഉള്ളൂ. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിന് മുകളിലായി. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 200 ഗ്രാം ചെറുപയറാണ്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പയർ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒരല്പം വറ്റി വന്നിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഇതൊന്ന് കുടഞ്ഞ് ഒന്ന് അടുപ്പത്ത് തന്നെ വെക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ മുകൾ ഭാഗം ചിലപ്പം പയർ വേഗത്തില്ല. അടിയിലുള്ള വെള്ളത്തിൻ്റെ കൂടെ കിടക്കുന്ന പയർ മാത്രമേ വെന്ത് കിട്ടുകയുള്ളൂ. നമ്മൾ ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ അടിഭാഗത്തേക്ക് ഈ മുകളിലത്തെ പയർ ചെന്ന് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ആ പയർ കൂടി വെന്ത് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് കേട്ടോ, ഇതിൻ്റെ അടിഭാഗത്തുള്ള പയർ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ പയറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായിപ്പോയി. എണ്ണ നന്നായി ചൂടായി വന്ന സമയത്താണ് ഞാൻ ഈ കടുക് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഇങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് ചേർത്ത് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുമ്പോഴാണ്. ഇതിലേക്ക് ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വരണം. ഈ ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു കറി ഇല്ലെങ്കിലും ഇതുപോലെയൊക്കെ ഉള്ളൊരു കറി ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ചോറുണ്ണും. കുട്ടികൾക്കാണ് ചെറുപയർ എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരമായി ചെറുപയർ. നല്ല പോഷകാഹാരമല്ലേ. ഇതിലേക്ക് ഞാനൊരല്പം കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ചേർക്കുന്നത്. ഞാൻ ഇതിനായിട്ട് ഒരു 2 സവോള എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നു വരുന്നതിനായിട്ട് ഒരല്പം ഉപ്പ് കൂടി ഈ സമയം നമുക്ക് ചേർക്കാം. ഉപ്പ് ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് സവോള നന്നായിട്ട് വഴന്നു വരാൻ എളുപ്പമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. കുട്ടികളായിട്ടുള്ളവരൊക്കെ ഇല്ലേ, കുക്ക് ചെയ്യുന്നവരൊക്കെ ഇല്ലേ, അവർക്കൊന്നും അറിഞ്ഞിരിക്കാനും മാത്രം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ചതച്ച മുളക്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതൊരിക്കലും ഒഴിവാക്കരുത്, നല്ലതാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ മെഴുക്ക് പുരട്ടിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ചതച്ച മുളകും അര ടീസ്പൂണോ 1 ടീസ്പൂണോ കാശ്മീരി മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വെന്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. നല്ല എരിവുമുണ്ട്. മറ്റൊരു കറി ഇല്ലെങ്കിലും നമുക്ക് നല്ല സ്വാദോടു കൂടി തന്നെ ചോറുണ്ണാൻ പറ്റും. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് തന്നെയാണെങ്കിലും നമുക്ക് നന്നായിട്ട് ചോറുണ്ണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിനൊരല്പം എരിവൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇത് കഞ്ഞിയായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നന്നായിട്ട് കഞ്ഞി കുടിക്കും. നല്ലൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരണേ. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.